അനുഗ്രഹത്തിൻ അധിപതിയും അനുഗ്രഹത്തിൻ ഉറവിടവുമായ സർവശക്തനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയത് കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്ന ദൈവത്തിന് ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ആരാധിക്കുവാനായിട്ട് അവസരം തന്ന ദൈവത്തിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഈ വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വേദഭാഗം വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് ദൈവം തൻ്റെ നിത്യ സ്വഭാവത്താൽ, നിത്യനായ ദൈവം നിത്യമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ വേദഭാഗം ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് ദൈവം ഇസ്രായേലിന് ചെയ്യുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് വർണ്ണിക്കുന്നതാണ്. എന്നാൽ ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് അപഗ്രഥിച്ചു പഠിച്ചാൽ ആ 7 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നാം ഇവിടെ കാണുന്ന 7 വിധ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിലെ നിരവധി സത്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഈ 7 അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ഉള്ള ആദ്യത്തെ 2 അനുഗ്രഹങ്ങൾ 2-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. ഭാവിയിൽ ദൈവം ഇസ്രായേലിന് ചെയ്യുന്ന നന്മയാണ് ഇത്. എന്നാൽ മരുഭൂമിയിൽ കൃപ കണ്ടെത്തുന്ന ഒരു കൂട്ടം ജനം, പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ശരിക്കും പാപത്തിൽ അകപ്പെട്ട് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദാഹിച്ച് വരണ്ട്, ആരും ആശ്രയമില്ലാതെ, സഹായിപ്പാൻ ആരുമില്ലാതെ വഴി തെറ്റി കാണാതെ പോയവരായിരുന്നു. മരുഭൂമിയുടെ അവസ്ഥയായിരുന്നു നമുക്കും. എന്നാൽ കൃപ കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. സോ വി ഹാവ് റിസീവ്ഡ് ഇറ്റേണൽ ഗ്രേസ്. നിത്യമായ കൃപ, അതിൻ്റെ അനുഗ്രഹ അവകാശികളാണ് നാം. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപ പെരുന്നതിയെ എന്ന് നാം പാടാറുണ്ട്. അനന്ത കൃപയുടെ, നിത്യമായ കൃപയുടെ ആ മഹാനദിയായി നമ്മുടെ ദൈവം ഇരിക്കുന്നു. മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയവരാണ് നാം. ആരും നമ്മോട് കൃപ കാണിക്കാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം കൃപ കാണിച്ച് നമ്മെ സഹായിച്ചു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിച്ച കനിവ്, നമുക്ക് നൽകിയ അനുഗ്രഹം, അതാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് ഒന്നാമതായി നാം അവിടെ കാണുന്നത് ഇറ്റേണൽ ഗ്രേസ്, നിത്യമായ കൃപയുടെ അനുഭവം പങ്കുള്ളവരാക്കി ദൈവം നമ്മളെ തീർത്തു. രണ്ടാമതായിട്ട് നാം അവിടെ കാണുന്നത്, ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. ഹി ഈസ് ഗോയിങ് ടു ഗീവ് ദം ഇറ്റേണൽ റെസ്റ്റ്. നിത്യമായ വിശ്രമം നൽകുകയാണ്. എന്നാൽ നിങ്ങളും ഞാനും ഇന്ന് ആ നിത്യമായ വിശ്രമത്തിലേക്ക് കടന്നു വന്നില്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പാപഭാര ചുമടുമായി വന്നപ്പോൾ
നമ്മുടെ പാപഭാര ചുമടിനെ അവൻ നീക്കിയിട്ട് നമുക്ക് വിശ്രാമം തന്നില്ലേ? അതുകൊണ്ട് വി ആർ എൻജോയിങ് ഇറ്റേണൽ റെസ്റ്റ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ആശ്വാസത്തിന്റെ ഇടമാണ് ദൈവസന്നിധി. നമ്മുടെ ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കുവാൻ കഴിയുന്ന ഇടമാണ് ദൈവത്തിന്റെ സന്നിധി. നിങ്ങളും ഞാനും ഇന്ന് ഈ വിശ്രമത്തിലേക്ക് വന്നെത്തി. കാരണം നമ്മുടെ പാപം അവൻ ചുമന്നൊഴിച്ചു. അവൻ നമ്മളെ സൗജന്യമായി രക്ഷിച്ചു. അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. നമ്മുടെ അടിമത്വം അവൻ മാറ്റി. നമ്മുടെ ചങ്ങലയുടെ ബന്ധനം അവൻ നീക്കി. നിങ്ങളെയും എന്നെയും സ്വതന്ത്രരാക്കി. അതുകൊണ്ട് we have entered into the eternal rest. നാം നിത്യവിശ്രാമത്തിലേക്ക് ആ നിലയിൽ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് നമ്മുടെ രക്ഷകനും കർത്താവുമായി തീർന്നപ്പോൾ അവനിലേക്ക് വന്ന് ആ വിശ്രാമം അനുഭവിപ്പാൻ നമുക്കിടയാകുന്നു. അതുകൊണ്ട് രണ്ടാമതായി ഇറ്റേണൽ റെസ്റ്റ്. ഒന്നാമതായി ഇറ്റേണൽ ഗ്രേസ്, നിത്യമായ കൃപ. രണ്ടാമതായി നിത്യമായ വിശ്രമം. മൂന്നാമത്തെ കാര്യം നാം 3-ാം വാക്യത്തിലാണ് കാണുന്നത്. നമ്മളോട് വായിക്കുന്നു, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ നിത്യ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം, നിത്യസ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. അവിടെ therefore I have drawn you with loving kindness. ആ നിത്യമായ ദയ, നിത്യസ്നേഹം നമുക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത് നിത്യസ്നേഹത്തിലേക്കാണ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു. നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ഇന്നും നിങ്ങളും ഞാനും ദൈവ സ്നേഹം ആസ്വദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മറ്റാരും നമ്മളെ സ്നേഹിക്കുവാനില്ലെങ്കിലും, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. അതൊരിക്കലും നശിച്ചു പോകാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നാം വന്നെത്തിയിരിക്കുന്നത് നിത്യസ്നേഹത്തിലേക്കാണ്. He has loved us with eternal love. ഇനിയും നാം 4-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. അത് 4-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലുമായിട്ട് കാണുവാൻ കഴിയും. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. അപ്പോൾ സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവർ എന്നാണ് നാം അവിടെ കാണുന്നത്. അത് തന്നെ നമുക്ക് 13-ാം വാക്യത്തിൽ വായിക്കുവാൻ കഴിയും. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. 4-മതായി ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി ഇറ്റേണൽ ജോയ്. നമ്മുടെ നിത്യമായ സന്തോഷത്തെ കുറിച്ച് നമുക്ക് 4-മതായിട്ട് ഇവിടെ കാണുവാൻ കഴിയും. അതെ, നാം ഒരിക്കൽ ദുഃഖിച്ചവരായിരുന്നു. ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ദുഃഖം മാറ്റും, അവരെ ആശ്വസിപ്പിക്കും, അവരുടെ സങ്കടം പോക്കി അവരെ സന്തോഷിപ്പിക്കും. അവർ സന്തോഷത്താൽ ഉല്ലസിക്കും, അവർ സന്തോഷത്താൽ നൃത്തം ചെയ്യും, ചേലോടെ തപ്പെടുത്ത് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും. അതെ, ഇറ്റേണൽ ജോയ്. നിങ്ങളും ഞാനും ഒരിക്കൽ വിലപിക്കുന്നവരായിരുന്നു. നമ്മുടെ നാവിലും നമ്മുടെ അധരങ്ങളിലും നമ്മുടെ കണ്ണിലും കണ്ണുനീര് നിറഞ്ഞു നിന്ന്, അധരങ്ങളിൽ ദുഃഖം നിറഞ്ഞു നിന്ന് കരയുന്നവർ, വിലാപത്താൽ കരയുന്നവർ മാത്രമായിരുന്നു. എന്നാൽ നമ്മുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. നമ്മുടെ രട്ട് അവൻ അഴിച്ചു, നമ്മെ സന്തോഷം ഉടുപ്പിച്ചു. ദൈവം നമുക്ക് തന്ന നിത്യ സന്തോഷം, ഇറ്റേണൽ ജോയ്. അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കണ്ടെത്തിയതോടുകൂടെ നമുക്ക് നിത്യ സമാധാനവും നിത്യ സന്തോഷവും ലഭിച്ചു.
അതുകൊണ്ട് നിത്യ സന്തോഷത്താൽ നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ദൈവം, അതെ, നിങ്ങളും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം നിത്യ സന്തോഷമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ സന്തോഷം കർത്താവിലുള്ള സന്തോഷമാണ്, കർത്താവ് തന്ന സന്തോഷമാണ്, കർത്താവിൽ മാത്രമുള്ള സന്തോഷമാണ്. ലോകം നമുക്ക് സന്തോഷം തരികയില്ല, ആ സന്തോഷം താൽക്കാലികമാണ്. എന്നാൽ ദൈവം തന്നിരിക്കുന്ന സന്തോഷം അത് നിത്യമായ സന്തോഷമാണ്, നിലനിൽക്കുന്ന സന്തോഷമാണ്. ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഇനിയും അഞ്ചാമതായിട്ട് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നു, യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. അത് യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ലഭിച്ച രക്ഷയാണത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി ഇറ്റേണൽ സാൽവേഷൻ. നമ്മൾ ബലവാനായ ഒരുവന്റെ കയ്യിലായിരുന്നു, നമ്മളെക്കാൾ ബലവാനായ ഒരുവൻ നമ്മളെ ഗ്രസിച്ചിരുന്നു. പാപം അതിൻ്റെ കരങ്ങളിൽ നാം അകപ്പെട്ടു പോയിരുന്നു, മരണം അതിൻ്റെ കരങ്ങളിൽ നാം അകപ്പെട്ടു പോയിരുന്നു, പിശാച് അവന്റെ കരങ്ങളിൽ നാം അകപ്പെട്ടു പോയിരുന്നു. അതെ, നാം ബന്ധനസ്ഥരായിരുന്നു. അങ്ങനെ നമ്മളെക്കാൾ ശക്തനായ പിശാചിന്റെ, പാപത്തിന്റെ, മരണത്തിന്റെ ഒക്കെ അടിമയായി നിങ്ങളും ഞാനും ബന്ധനസ്ഥരായി കഴിഞ്ഞവരായിരുന്നു. നമുക്ക് രക്ഷയില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി നമുക്ക് രക്ഷ തന്നു. നമ്മളിവിടെ വായിക്കുന്നത് അങ്ങനെയാണ്, യഹോവ നമ്മെ വീണ്ടെടുത്ത് നമ്മേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നമ്മളെ രക്ഷിച്ചു. അതെ, നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, പാപത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, പാപത്തിന്റെ ശിക്ഷയായ മരണം അവൻ തൻ്റെ മേൽ ഏറ്റെടുത്ത് നമുക്ക് പകരമായി മരിച്ചു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നമ്മളെ വിടുവിച്ചു. മരണത്തിൽ നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഞാനും രക്ഷിക്കപ്പെട്ടു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതലുള്ളവരായി തീർന്നു. അവൻ തന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷ എത്ര വിലയേറിയതാണ്! ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ കഴിയുന്ന സോ ഗ്രേറ്റ് സാൽവേഷൻ, ആ മഹാരക്ഷ അവൻ നമുക്ക് തന്നു. ഇറ്റ് ഈസ് ഇറ്റേണൽ സാൽവേഷൻ. അത് നിത്യമായ രക്ഷയാണ്. ദൈവം നമുക്ക് നിത്യമായ രക്ഷ തന്നു എന്ന് നാം ഈ 11-ാം വാക്യത്തിൽ കാണുന്നു. ഇനിയും 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അനുഭവിക്കുന്ന മറ്റ് ഒരു കാര്യം നാം കാണുന്നു. അവിടെ നാം വായിക്കുന്നു, അവർ ഇനി ക്ഷീണിച്ച് പോകുകയുമില്ല. He gives us eternal strength. അവൻ നമുക്ക് നിത്യമായ ശക്തി നൽകുന്നു. അതെ, ഒരിക്കൽ നാം ബലഹീനരായിരുന്നു, പിശാചിന് അടിമകളായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് നിത്യശക്തിയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ അഭിമുഖീകരിക്കുവാൻ, ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമുക്കിന്ന് കഴിയും. അതുകൊണ്ട് നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. അപ്പോൾ കർത്താവിന്റെ സാക്ഷികളാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തി ലഭിച്ച് നാം ഇന്നായി തീർന്നിരിക്കുന്നു. അവന്റെ ശക്തി, നിത്യശക്തി, അത് നമ്മളിൽ വ്യാപരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം നമുക്ക് നിത്യരക്ഷ തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് നിത്യമായ ശക്തിയാണ്. ഏഴാമതായിട്ട് 14-ാമത്തെ വാക്യത്തിൽ നാം അടുത്ത കാര്യം കാണുന്നു, ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും, എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നാം കാണുന്നത്, my people will be satisfied with my goodness, declares the Lord. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, eternal satisfaction. We are greatly blessed with eternal satisfaction. നാം നിത്യമായ സംതൃപ്തി ഉള്ളവരാണ്. അതെ, നമ്മളിലേക്ക് ദൈവഭക്തി വന്നപ്പോൾ, നമ്മളിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ, നമുക്ക് ഈ വലിയ രക്ഷ കിട്ടിയപ്പോൾ, ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നപ്പോൾ നമുക്ക് നിത്യമായ സംതൃപ്തിയും ലഭിച്ചു. നാം സംതൃപ്തരാണ്. അതെ,
നാം സംതൃപ്തരായി തീർന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മളെ അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിമിത്തം. അതുകൊണ്ട് നാം ഇവിടെ കാണുകയാണ്, ദൈവം നമ്മെ തൻ്റെ നന്മ കൊണ്ട് തൃപ്തരാക്കും. അതെ, യഹോവ തൻ്റെ നന്മ നൽകി നമ്മളെ തൃപ്തരാക്കിയിരിക്കുന്നു. അതെ, ഈ ലോകത്തിലെ പിതാക്കന്മാരായ നാം നമ്മുടെ മക്കൾക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കഴിയുമെങ്കിൽ നന്മ അവർക്ക് നൽകുമെങ്കിൽ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ, തൻ്റെ നന്മകൾ എത്രയധികം തൻ്റെ മക്കളായ നമുക്ക് നൽകിയിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്നവരാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്ന വ്യക്തികളാണ് നാം. നിത്യമായ സംതൃപ്തി നമുക്കുണ്ട്. അതെ, 7 വിധമായ അനുഗ്രഹങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായി നിത്യമായ കൃപ, രണ്ടാമതായി നിത്യമായ വിശ്രമം, മൂന്നാമതായി നിത്യമായ സ്നേഹം, നാലാമതായി നിത്യമായ സന്തോഷം, അഞ്ചാമതായി നിത്യമായ രക്ഷ, ആറാമതായി നിത്യമായ ശക്തി, ഏഴാമതായിട്ട് നിത്യമായ സംതൃപ്തി. ഈ 7 വിധ അനുഗ്രഹങ്ങളാൽ ഇസ്രായേൽ ജനത്തെ ഭാവിയിൽ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സർവവല്ലഭനായ ദൈവം ഈ കൃപായുഗത്തിൽ ദൈവമക്കളായ നമ്മളെ ഈ 7 വിധമായ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാം സംതൃപ്തരാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് അവനെ നമുക്ക് ആരാധിക്കാം. സ്തുതി സ്തോത്രങ്ങൾ അവൻ അർപ്പിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി പിതാവിന് ആരാധനയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവമാകയാൽ സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടെ, ശക്തിയും ധനവും ബലവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ നീ യോഗ്യൻ. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ എളിയവരാകുന്ന ഞങ്ങൾ വീണങ്ങേ നമസ്കരിക്കുന്നു. പാപികളായ ഞങ്ങളെ രക്ഷിച്ചതിനായി, നിത്യ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചതിനായി, നിത്യശക്തി ഞങ്ങളിലേക്ക് പകർന്നതിനായി, നിത്യമായ ആനന്ദം, നിത്യമായ സന്തോഷം, സംതൃപ്തി ഞങ്ങൾക്ക് തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വിലയേറിയ രക്ഷ ഞങ്ങൾക്ക് തരുവാനായി ഞങ്ങളുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് പകരമായി മരിച്ച ദൈവ സ്നേഹത്തെ ഓർത്ത് വീണങ്ങേ നമസ്കരിക്കുന്നു. സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവവല്ലഭനായ പ്രിയ പിതാവേ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.